നാളെ അടച്ചു തീർക്കേണ്ട ലോണിന് എവിടെ നിന്ന് കാശൊപ്പിക്കുമെന്നാലോചിച്ച് തലപുകഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ പറമ്പിൽ സാമാന്യം വലിപ്പമുള്ള, അതായത് ഒരു 25 കിലോയിൽ കൂടുതൽ തൂക്കമുള്ള ഉൽക്ക വീണാലോ? പിറ്റേന്ന് തന്നെ ആളെ കണ്ടെത്തി 15 ലക്ഷം രൂപയ്ക്ക് കരാറാക്കി വിറ്റൊഴിക്കാമെന്ന ലളിതമായ ധാരണയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കൂ. ചില ധാരണകൾ എന്നേക്കുമായി മാറ്റാനും ചിലത് തിരുത്താനും ചിലപ്പോൾ ഉപകരിച്ചേക്കും. സത്യത്തിൽ ഉൽക്ക ഒരു നിധിയാണ്. ഇന്ത്യയിലെന്നല്ല, ലോകമെമ്പാടും തന്നെ ഏറ്റവും വിൽപ്പന മൂല്യമുള്ള, ഏറെ ആവശ്യക്കാരുള്ള ഒന്നാന്തരം കോൺട്രാബാൻഡ്. കയ്യിൽ ഒതുങ്ങിക്കിട്ടിയവരെല്ലാം അത് വെച്ച് കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പരമരഹസ്യമായ ഇടപാടുകളൊന്നും പുറത്തറിയാറില്ലെന്ന് മാത്രം. എന്നാൽ ഇന്ത്യയിൽ ഉൽക്ക കൈമാറ്റം ചെയ്യുന്നതും അതിന് പ്രതിഫലം വാങ്ങുന്നതും നിയമവിധേയമാണോ? ഇത് കയറ്റുമതി ചെയ്യാനാകുമോ? ഉൽക്ക വീണ് കിട്ടിയാൽ അത് സർക്കാരിന് ഏൽപ്പിക്കേണ്ടി വരുമോ? തുടങ്ങി നിരവധി കാര്യങ്ങളിൽ മിക്കവർക്കും അവ്യക്തതയുണ്ട്. അതെല്ലാം പരിശോധിക്കാം. ഔട്ടർ സ്പേസിൽ കണക്ക് പറയേണ്ടത് നാസ തന്നെയാണ് എന്നതിനാൽ അവിടെ തന്നെ തുടങ്ങാം. ഒരു ദിവസം ശരാശരി 48.5 ടൺ, അതായത് 48,500 കിലോ ഉൽക്കയാണ് ശൂന്യാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് പൊഴിഞ്ഞു വീഴുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കത്തിത്തീരുന്ന ഉൽക്കയുടെ കണക്കല്ല, ഭൂമിയിൽ വന്ന് പതിക്കുന്ന ഉൽക്കയുടെ കണക്കാണിത്. എന്നാൽ ഇതിൽ 70% ചെറിയ കൽത്തുണ്ടുകളായിട്ടാണ് പതിക്കുക. ബാക്കിയുള്ള 30% വലിയ കഷ്ണങ്ങളായി, അതായത് 10 കിലോ മുതൽ 150 കിലോ വരെ തൂക്കമുള്ള പാറക്കഷ്ണങ്ങളായി ഭൂമിയിൽ വീഴും. ഉൽക്കയാകുമ്പോൾ എപ്പോൾ, എവിടെ, എങ്ങനെ വീഴുമെന്ന് പറയാനാവില്ലെങ്കിലും പ്രതിവർഷം ഉൽക്ക വീണ് വീടിനും വസ്തുവകകൾക്കും കേടുപറ്റിയെന്ന് അവകാശപ്പെട്ട് 1 ലക്ഷത്തിന് മേൽ ഇൻഷുറൻസ് ക്ലെയിമുകൾ അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്യപ്പെടാറുണ്ട്. ഇന്ത്യയിലെ കണക്ക് ലഭ്യമല്ല. അതായത് ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ഈ സാധനം നിർബാധം ഭൂമിയിലേക്ക് വീഴുന്നുണ്ട്. അത് കിട്ടേണ്ടവർക്ക് കിട്ടുന്നുമുണ്ട്. ചിഹ്നഗ്രഹങ്ങളുടെയും വാൽനക്ഷത്രങ്ങളുടെയും ഭാഗങ്ങൾ ഭൂമിയുടെയും സൂര്യന്റെയും ഗ്രാവിറ്റിക്ക് വിധേയമായി ചിതറി ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കുതിക്കുന്നതിനെയാണ് നാം മിറ്റിയറോയിഡുകൾ എന്ന് വിളിക്കുന്നത്. അന്തരീക്ഷത്തിൽ കത്തിത്തീരാതെ ഭൂമിയിലേക്ക് പതിക്കുന്നവയെ മിറ്റിയോറൈറ്റ്സ് എന്നും വിളിക്കുന്നു. കല്ലിന്റെ വലിപ്പം, അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളുടെയും ഓർഗാനിക് സംയുക്തങ്ങളുടെയും അളവ്, തിളക്കം തുടങ്ങി നിരവധി മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് ഉൽക്കയുടെ മൂല്യം നിശ്ചയിക്കുക. ഇനി ഗ്ലോബലി ചിന്തിക്കേണ്ട, നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് വരാം. അവിടെ പതിക്കുന്ന ഉൽക്കയിൽ മാത്രമല്ലേ നമുക്ക് അവകാശമുള്ളൂ. പറമ്പിൽ ഉൽക്ക വീണെന്ന് ഉറപ്പായാൽ പിന്നീട് അത് കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങാം. ഭൂമിയിലെ കല്ലുകളും ഉൽക്കയും തമ്മിലുള്ള വ്യത്യാസം നോക്കി തിരിച്ചറിയുന്നത് അല്പം സ്കിൽ ആവശ്യമുള്ള സംഗതിയാണ്. ആദ്യമായി ശ്രദ്ധയിൽപ്പെടുക ഉൽക്കകളുടെ ഭാരമാണ്. സമാന വലിപ്പമുള്ള ഭൂമിയിലെ ഒരു കല്ലിനേക്കാൾ 1.5 ഇരട്ടി വരെ ഭാരക്കൂടുതൽ ഉണ്ടാകും ഉൽക്കയ്ക്ക്. അവയിൽ അടങ്ങിയിരിക്കുന്ന കടുകട്ടി ഇരുമ്പും ലോഹ സംയുക്തങ്ങളുമാണ് ഈ ഭാരക്കൂടുതലിന് കാരണം. കയ്യിൽ ഒരു കാന്തമുണ്ടെങ്കിൽ ഉൽക്കാശിലകൾ എളുപ്പത്തിൽ തിരിച്ചറിയാനാകും. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു വസ്തുവിലേക്ക് എന്ന പോലെ ഉൽക്കാശിലകളെ കാന്തം ആകർഷിക്കും. ഇനി നിങ്ങൾ യഥാർത്ഥ ഭാഗ്യവാനാണെങ്കിൽ ഇരുമ്പിനേക്കാൾ സ്വർണം, ഇറിഡിയം, പല്ലേഡിയം, പ്ലാറ്റിനം, റോഡിയം, റുഥേനിയം തുടങ്ങിയ അമൂല്യ ലോഹങ്ങളാകാം നിങ്ങളുടെ വീട്ടുപറമ്പിലെ ഉൽക്കയിൽ ഉണ്ടാവുക. ഇത്തരം സാഹചര്യങ്ങളിൽ നിറവും തിളക്കവുമാണ് തിരിച്ചറിയാനുള്ള വഴി. സ്വർണ്ണം ഉരയ്ക്കും പോലെ ഉൽക്കാശിലയുടെ ഒരു ഭാഗം ഉരച്ചു നോക്കുക. തിളങ്ങുന്ന പച്ചനിറവും ഓറഞ്ച് കലർന്ന തവിട്ട് നിറവുമെല്ലാം കോടികൾ കിലുങ്ങുന്ന ഉൽക്കയുടെ ലക്ഷണങ്ങളാണ്. ഉൽക്കയിൽ തന്നെ പല്ലാസൈറ്റുകൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ഇരുമ്പിന്റെ വകഭേദങ്ങളും പാറക്കഷ്ണങ്ങളും ചേർന്ന മനോഹരമായ പല്ലാസൈറ്റുകളുടെ വില ആരംഭിക്കുന്നത് തന്നെ കോടികളിലാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് 2001 ചൈനയിലെ ഗോബി മരുഭൂമിയിൽ വീണ ഒരു പല്ലാസൈറ്റ് ആണ്. ഫുക്കാങ് മീറ്റിയോറൈറ്റ് എന്ന ഈ ഉൽക്കയ്ക്ക് വില 1.7 മില്യൺ പൗണ്ട്, ഇന്ത്യൻ രൂപയിൽ ഏകദേശം 17 കോടി രൂപ. ഇത് സർക്കാർ ഏജൻസികൾ കണക്കാക്കിയിരിക്കുന്ന വിലയാണ്. സമാന്തര വിപണിയിൽ ഈ മീറ്റിയോറൈറ്റിന്റെ വില ഏതാണ്ട് 215 കോടി രൂപയാണ്. പറമ്പിൽ വീണ ഉൽക്ക വീട്ടിലെത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സ്റ്റേറ്റിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ തുടങ്ങുകയായി. ഇന്ത്യയിൽ ഇക്കാര്യത്തിൽ അടിമുടി ആശയക്കുഴപ്പമാണുള്ളത്. പൊതുസ്ഥലങ്ങളിൽ വീഴുന്ന ഉൽക്കയുടെയും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് വീഴുന്ന ഉൽക്കകളുടെയും ഉടമസ്ഥാവകാശം സംബന്ധിച്ചാണ് ഈ ആശയക്കുഴപ്പമുള്ളത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടുപറമ്പിൽ നിന്നും ഒരു നിധി കുഴിച്ചെടുത്താൽ അതിന്റെ യഥാർത്ഥ അവകാശി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. 1878 ബ്രിട്ടീഷ് ഇന്ത്യയിൽ പാസ്സായ ഇന്ത്യൻ ട്രഷർ ട്രോവ് ആക്ടിന്റെ ചുവട് പിടിച്ചാണ് ഈ വ്യവസ്ഥയുള്ളത്. മണ്ണിൽ മറഞ്ഞിരിക്കുന്ന 10 രൂപയിലധികം മൂല്യമുള്ള എല്ലാ വസ്തുക്കളും നിധിയാണെന്നും ഇത് സ്റ്റേറ്റിന് അവകാശപ്പെട്ടതാണെന്നും ഇന്ത്യൻ ട്രഷർ ട്രോവ് ആക്ട് പറയുന്നു. പിന്നീട് ഈ നിയമം പല പരിഷ്കാരങ്ങൾക്കും വിധേയമായി. പുരാവസ്തു വകുപ്പിന് മൂല്യനിർണ്ണയാധികാരവും നിധി സൂക്ഷിപ്പിനുള്ള അധികാരവും നൽകി. മതപരമായ സവിശേഷതകളുള്ള തരം നിധികൾക്ക് ചില വിട്ടുവീഴ്ചകൾ നൽകി. നമ്മുടെ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധികുംഭങ്ങളെല്ലാം ഇത്തരം നിയമങ്ങളുടെ പരിരക്ഷയിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ശരി, മണ്ണിൽ മറഞ്ഞിരിക്കുന്ന നിധിയുടെ കാര്യം നിൽക്കട്ടെ. അതുപോലെയല്ലല്ലോ ആകാശത്ത് നിന്നും പെട്ടെന്ന് നമ്മുടെ വീട്ടുപറമ്പിലേക്ക് പൊഴിഞ്ഞു വീഴുന്ന ഉൽക്കാനിധി. അതിന്റെ നിയമനൂലാമാലകൾ എന്താണെന്ന് നോക്കാം. സ്വാതന്ത്ര്യം കിട്ടി 65 വർഷം കഴിഞ്ഞ് 2012 ഇന്ത്യയിൽ ഇക്കാര്യത്തിലൂടെ ചൂടൻ സംവാദം നടന്നത്. 2012 മെയ് 22 ഉച്ചയ്ക്ക് 2 മണിയോടെ മഹാരാഷ്ട്രയിൽ നാഗ്പൂരിന് സമീപമുള്ള കാറ്റോൾ എന്ന ഗ്രാമത്തിൽ ആകാശത്ത് നിന്നും ഇടിവെട്ടും പോലുള്ള ശബ്ദവും പൊടിപടലങ്ങളും പ്രത്യക്ഷപ്പെട്ടു. അല്പസമയത്തിന് ശേഷം ഗ്രാമത്തിലെ പറമ്പുകളിലും വീടുകളുടെ മേൽക്കൂരയിലുമെല്ലാം ചെറുതും വലുതുമായ ഉരുളൻകല്ലുകൾ പതിച്ചു. വലിയൊരു ഉൽക്കാവർഷമായിരുന്നു അത്. ഗ്രാമമാകെ ചെറിയ കല്ലുകൾ ചിതറിക്കിടന്നു. മാധ്യമങ്ങൾ വാർത്തയ്ക്കായി എത്തിയതോടെ ആകാശത്ത് നിന്നും വീണ സാധനം ചില്ലറ സാധനമല്ലെന്ന് ഗ്രാമവാസികൾക്ക് മനസ്സിലായി. അവർ ഗ്രാമത്തിൽ പൊഴിഞ്ഞു വീണ കല്ലുകളിൽ ഒട്ടുമിക്കതും പെറുക്കിയെടുത്ത് ഒളിച്ചുവെച്ചു. ജിയോളജിക്കൽ സർവേക്കാരും ആർക്കിയോളജിക്കൽ സർവേയും പോലീസും ISROയും ജില്ലാ കളക്ടറും എല്ലാം എത്തിയപ്പോഴേക്കും വീണ കല്ലുകളിൽ മിക്കതും ഗ്രാമവാസികൾ സ്വന്തമാക്കിയിരുന്നു. പിന്നെ കാറ്റോൾ ഗ്രാമവാസികളുടെ കാലമായിരുന്നു. വിദേശ രാജ്യങ്ങളിലെ എല്ലാ ഓപ്ഷൻ വെബ്സൈറ്റുകളിലും eBayയിലും വരെ കാറ്റോളിലെ ഉൽക്കാകർഷണങ്ങൾ വിൽപ്പനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. 200 ഗ്രാമിൽ താഴെ തൂക്കമുള്ള ഒരു കല്ലിന് പോലും 80 മുതൽ 100 പൗണ്ട് വരെ വിലയിട്ടിരുന്നു. അതായത് 8000 രൂപ മുതൽ 10000 രൂപ വരെ. സർക്കാരിന് എന്തെങ്കിലും ചെയ്യാനോ തടയാനോ സാധിക്കും മുമ്പ് കാറ്റോളിലെ ഗ്രാമവാസികളിൽ ഒട്ടുമിക്കവരും സമ്പന്നരായി. യൂറോപ്പിലെയും അമേരിക്കയിലെയും തെക്ക് കിഴക്കൻ ഏഷ്യയിലെയും ചൈനയിലെയും സമ്പന്നരുടെ ഷോക്കേസുകളിൽ കാറ്റോളിലെ ഉൽക്കാകർഷണങ്ങൾ പ്രൗഢമായ സാന്നിധ്യം
യാഥാർത്ഥ്യമായി. ഇതോടെ ഇക്കാര്യത്തിൽ ഒരു മാനദണ്ഡം ആവശ്യമാണെന്ന് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിക്കും ജിയോളജിക്കൽ സർവേക്കാർക്കും മനസ്സിലായി. കാരണം നാസ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ കറ്റോളിൽ വീണ ഉൽക്ക സാമ്പിളുകൾ പഠനത്തിനായി ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാൻ ഇന്ത്യയുടെ പക്കലില്ലായിരുന്നു. ചൊവ്വയിൽ നിന്നോ ചന്ദ്രൻ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷമുണ്ടായ അവശിഷ്ട ശിലകളിൽ നിന്നോ ആകാം കറ്റോളിൽ വീണ ഉൽക്കകളുടെ ഉത്ഭവമെന്ന് നാസയുടെ അനുമാനമുണ്ടായിരുന്നു. എന്തായാലും പോയത് പോയി. ഇന്ത്യയിൽ ഉൽക്കകളുടെ കൈമാറ്റം സംബന്ധിച്ച് അങ്ങനെയാണ് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാകുന്നത്. ഇത് പ്രകാരം ലഭ്യമായ വസ്തുതകൾ വെച്ച് നോക്കിയാൽ നിങ്ങളുടെ സ്വന്തം പറമ്പിലോ വീടിന് മുകളിലോ വീഴുന്ന ഉൽക്കയിൽ നിങ്ങൾക്ക് കൈമാറ്റാവകാശമോ സ്വതന്ത്രാവകാശമോ ഇല്ല. ഉൽക്ക ലഭിച്ചാൽ ചെയ്യേണ്ട ചില പ്രാഥമിക നടപടിക്രമങ്ങളുണ്ട്. ഉൽക്ക ലഭിച്ചാലുടൻ അതത് സംസ്ഥാനങ്ങളുടെ ഭൂവിനിയോഗ ബോർഡിനെയും ക്രമസമാധാന പാലന ഏജൻസികളെയും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെയും രേഖാമൂലം ധരിപ്പിച്ചിരിക്കണം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഉൽക്ക കൈമാറ്റം ചെയ്യുന്നതിന് നിങ്ങൾക്ക് പ്രതിഫലം നൽകില്ല. യാതൊരു കാരണവശാലും നിങ്ങൾക്ക് നേരിട്ട് ഈ ഉൽക്കകൾ ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാനോ കയറ്റുമതി ചെയ്യാനോ സാധിക്കില്ല. റിപ്പോർട്ട് ചെയ്യാതെ 30 ദിവസത്തിലധികം ഉൽക്ക കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. പഠനാവശ്യങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണെങ്കിൽ ഈ ഉൽക്കകൾ യാതൊരു നിബന്ധനകളുമില്ലാതെ പ്രതിഫലം പറ്റാതെ ബഹിരാകാശ ഏജൻസികൾക്ക് നൽകണം. 1966 ഡിസംബർ 19 ഐക്യരാഷ്ട്രസഭയിലെ ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിക്കപ്പെട്ട ഇന്റർനാഷണൽ സ്പേസ് ലോയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഔട്ടർ സ്പേസ് ട്രീറ്റിയിൽ ഇന്ത്യ ഒപ്പിട്ടിരുന്നു. ഈ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് ഔട്ടർ സ്പേസിലെ വിലപിടിപ്പുള്ളതും അല്ലാത്തതുമായ എല്ലാ വസ്തുക്കളുടെയും അവകാശവും നിയന്ത്രണവും സ്റ്റേറ്റിന് കീഴിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും അനുസരിച്ചാണോ ഇന്ത്യയിൽ കാര്യങ്ങൾ നടക്കുന്നത്? ഒരിക്കലുമല്ല. ഇന്റർനാഷണൽ മീറ്ററൈറ്റ് ഹണ്ടിംഗ് ക്ലബിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് നിർബാധം ഉൽക്കകൾ കള്ളക്കടത്ത് നടത്തുന്നുണ്ട്. വെള്ളിമൂങ്ങയും ഇരുതലമൂരിയും നക്ഷത്രാമയും എല്ലാം പോകുന്ന അതേ നിയമവിരുദ്ധ പാതയിലാണ് ഉൽക്കകളുടെയും സഞ്ചാരം. ഇനി സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയം, ആമസോണിൽ കയറി മീറ്റിയറൈറ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ നിരവധി ഉൽക്കാകർഷണങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടല്ലോ, അതും ആമസോണിന്റെ ഇന്ത്യൻ സൈറ്റിൽ. ഇതെല്ലാം നിയമവിരുദ്ധമാണോ? ഇത് വാങ്ങുന്നത് കുറ്റകരമാണോ? സത്യം എന്തെന്നാൽ ഇവയിൽ ഭൂരിഭാഗവും ഉൽക്കയെന്ന് പേരിട്ടിരിക്കുന്ന ജെം സ്റ്റോണുകളാണ്. എന്നാൽ അർജന്റീനയിൽ നിന്നുള്ളതെന്ന് അവകാശപ്പെട്ട് ചില സെല്ലർമാർ ഒറിജിനൽ ഉൽക്ക സർട്ടിഫിക്കറ്റ് അടക്കമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ വ്യക്തമല്ലെങ്കിലും നമ്മുടെ നിയമത്തിലെ പഴുതുകൾ നല്ലതുപോലെ വ്യക്തമാണ്. അതായത് കയറ്റുമതി ചെയ്തതെന്നേ ഉള്ളൂ. വ്യക്തമായ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ ഇറക്കുമതി ചെയ്ത് സ്വന്തമായി കൊണ്ടു നടക്കാം. ചുരുക്കത്തിൽ മാനം നോക്കിയിരുന്നാൽ ലോൺ അടയ്ക്കാനാവില്ലെന്നാണ് ഉൽക്കാപ്രേമികളോട് പറയാനുള്ളത്. നമ്മുടെ നിയമം അത് അനുവദിക്കുന്നില്ല. ഉൽക്കകൾ മനുഷ്യരാശിയുടെ അതിജീവനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയും ഘടനയും മനുഷ്യന് മുന്നിൽ വെളിപ്പെടുത്തുന്നതിൽ അവയുടെ സ്ഥാനം വളരെ വലുതുമാണ്. അതുകൊണ്ട് തന്നെ അത് രാജ്യത്തിന്റെ പൊതുസ്വത്തുമാണ്. ഇത്ര നേരം ഒപ്പമായിരുന്നതിന് നന്ദി.